എന്താണ് ക്ലൗഡ് ഫ്ലെയർ? ക്ലൗഡ് ഫ്ലെയർ എന്താണെന്ന് പറയുന്നതിന് മുന്നായിട്ട് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് എക്സ്, ക്യാൻവ, ജെമിനി, ചാറ്റ് GPT ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വെബ്സൈറ്റുകളെല്ലാം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ഡൗൺ ആവാനുള്ള കാരണക്കാരെന്ന് പറയുന്നത് ഈ ക്ലൗഡ് ഫ്ലെയർ ആണ്. സോ വാട്ട് ഈസ് ക്ലൗഡ് ഫ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിനകത്തേക്കുള്ള സെക്യൂരിറ്റിയും നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാസീവ് ക്ലൗഡ് ബേസ്ഡ് സർവീസ് ആണ് ആക്ച്വലി ക്ലൗഡ് ഫ്ലെയർ എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് അറിയില്ല. സോ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഹോം പേജിനകത്തേക്ക് ഒരു യൂസർ വരികയാണെന്ന് വിചാരിക്കുക. സോ ഒരു യൂസർ വരുന്ന സമയത്ത് നിങ്ങളെ വെബ്സൈറ്റിന്റെ സെർവറിനകത്തേക്ക് ഡയറക്റ്റ് ഒരു റിക്വസ്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ഡാറ്റാസ് നമുക്ക് ഇവിടെ കിട്ടുക. ഇതിന് പകരം ക്ലൗഡ് ഫ്ലെയറിൽ നിങ്ങളെ വെബ്സൈറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വെബ്സൈറ്റിനകത്തേക്ക് ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങളെ സെർവറിനകത്തേക്ക് വെബ് സെർവറിനകത്തേക്ക് പോവാതെ ക്ലൗഡിന്റെ സെർവറിനകത്ത്, അതായത് അവരെ ഗ്ലോബൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, അതിനകത്തേക്ക് പോയിട്ടാണ് നിങ്ങൾ ത്തേക്ക് പോകുക. അതായത് നിങ്ങളെ വെബ്സൈറ്റിന്റെയും ഇന്റർനെറ്റിന്റെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ആക്ച്വലി ക്ലൗഡ് ഫ്ലെയർ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ വെബ്സൈറ്റിന്റെ സെക്യൂരിറ്റീസ്. രണ്ടാമത്, നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു DDoS അറ്റാക്സുകളുണ്ട്. മാസീവ് ആയിട്ടുള്ള ട്രാഫിക് അറ്റാക്സുകളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ മാൽവെയർ അറ്റാക്സുകൾ, പിന്നെ നിങ്ങളുടെ ഡാറ്റാസുകൾ അടിച്ചു മാറ്റുന്ന പരിപാടികളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പെർഫോമൻസ് എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ് ഫ്ലെയറിന് ലോകത്ത് എല്ലായിടത്തും നൂറുകണക്കിന് സെർവറുകളുണ്ട്. അപ്പോൾ ഈ സെർവറിനകത്തൊക്കെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു ക്യാഷ്ഡ് കോപ്പീസ് അവരെന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്കിനിപ്പോൾ ക്യാഷ്ഡ് എന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഒരു കോപ്പി അതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മനസ്സിലാക്കിയാൽ മതി. ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ സെർവറിനകത്തേക്ക് പോവാതെ ലോകത്ത് എല്ലായിടത്തും ഇത്രയധികം സെർവർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു യൂസർ ഏത് ലൊക്കാലിറ്റിയിൽ ഇരുന്നിട്ടാണോ നിങ്ങളുടെ വെബ്സൈറ്റിനകത്തേക്ക് വരുന്നത് ആ നിയർ ബൈ ലൊക്കേഷൻസിനകത്തുള്ള സെർവറിനടുത്തുള്ള ഡാറ്റ പ്രകാരം ഇവർ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിന് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി ഇത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നമ്മളെ വെബ് സെർവറിന്റെ ലോഡ് കുറക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് ക്ലൗഡ് ഫ്ലെയറിനകത്ത് നടക്കുന്ന ഒരു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് ക്ലൗഡ് ഫ്ലെയർ ഇതേപോലെ ഒന്ന് പണി മുടക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ആമസോണിലേക്ക് ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ക്ലൗഡ് ഫ്ലെയർ എന്നുള്ളതിന്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു.